നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുതായി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ TVKയുടെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് കഴിഞ്ഞ ദിവസം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് വിജയ് ജോസഫിൻ്റെ സത്യപ്രതിജ്ഞ കണ്ടത്. അദ്ദേഹം സിനിമ സ്റ്റൈലിൽ എങ്ങും നോക്കാതെ, പേപ്പറിലൊന്നും നോക്കി വായിക്കാതെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടു. കൂടെ 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അദ്ദേഹമാണ് TVK ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ല. 118 സീറ്റുകൾ വേണ്ടെടുത്ത് 108 സീറ്റുകൾ മാത്രമാണ് TVKയ്ക്കുള്ളത്. 5 കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ, 2 വീതം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്തുണ, മുസ്ലിം ലീഗിൻ്റെ 2 അംഗങ്ങളുടെ പിന്തുണ, അതോടൊപ്പം തന്നെ VCK എന്ന ഒരു പ്രാദേശിക പാർട്ടിയുടെ പിന്തുണ. ഇങ്ങനെ മൊത്തം 121 അംഗങ്ങളുടെ പിന്തുണയുടെ പിൻബലത്തിലാണ് വിജയ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. തമിഴ്നാട്ടിൽ ഒരു ചെറിയ അനിശ്ചിതത്വത്തിനും ചെറിയ രീതിയിലുള്ള ആശങ്കയ്ക്കുമൊക്കെ ഒടുവിലാണ് വിജയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാനുള്ള പിന്തുണ കത്തുകൾ ലഭിച്ചത്. നേരത്തെ വിജയ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടതിന് ശേഷം തനിക്ക് 118 അംഗങ്ങളുടെ പിന്തുണയുണ്ടെന്നും നിലവിൽ 108 അംഗങ്ങളുടെ പിന്തുണയുണ്ട്, ആ പിന്തുണ വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യട്ടെ, 2 ആഴ്ചയ്ക്കകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാം എന്നുമാണ് വിജയ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിന് ഗവർണർ വഴങ്ങിയില്ല. 118+ എന്ന സംഖ്യയുള്ള ഒരു പിന്തുണ കത്ത് അത് രേഖാമൂലം നൽകിയാൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കുകയുള്ളൂ എന്ന് ലോക്ഭവൻ നിലപാടെടുക്കുന്നു. പിന്നീട് ഈ സംഖ്യ ഒപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതിനിടയിൽ വിജയ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ബന്ധപ്പെട്ട് പിന്തുണ കത്ത് തേടുന്നതിനിടയിൽ എടപ്പാടി പളനിസ്വാമി DMKയുടെ പിന്തുണയോടുകൂടി, പുറത്തു നിന്നുള്ള പിന്തുണയോടുകൂടി സർക്കാർ രൂപീകരിക്കാൻ ചില ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. TVK പറയുന്ന കക്ഷികളുടെയൊക്കെ പിന്തുണ തേടിക്കൊണ്ട് DMKയോടൊപ്പം വർഷങ്ങളായി നിലകൊണ്ട കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയെല്ലാം തട്ടിയെടുത്തുകൊണ്ട് അവിടെ വിജയ് സിനിമ സ്റ്റൈലിൽ തന്നെ ഒരു മന്ത്രിസഭ രൂപീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ വിജയ്ക്ക് ആദ്യത്തെ തിരിച്ചടിയേറ്റു എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു കോടതി വിധിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്. അതായത് തിരുപ്പത്തൂർ MLA ഇവിടെ തെരഞ്ഞെടുപ്പ് തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി മധുര ഹൈക്കോടതിക്ക് ലഭിച്ചിരുന്നു. അതായത് 1 വോട്ടിനാണ് തിരുപ്പത്തൂരിൽ TVK ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത സ്ഥാനാർത്ഥി DMKയുടെ പെരിയ കറുപ്പൻ ഒരു തെരഞ്ഞെടുപ്പ് ഹർജി ഫയൽ ചെയ്യുന്നു. തപാൽ വോട്ടുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഈ TVK വിജയിച്ചതെന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഈ മദ്രാസ് ഹൈക്കോടതിയിൽ വരുന്നത്. എന്തായാലും ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ TVKയുടെ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് താൽക്കാലികമായി മരവിപ്പിച്ച പോലെയാണ്. കോടതി ഈ TVKയുടെ തിരുപ്പത്തൂർ പ്രതിനിധിയോട് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 121 അംഗങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, പക്ഷേ അപ്പോഴും 118ഉം 121ഉം തമ്മിലുള്ള അകലം വളരെ ചെറുതാണ്. 119, 120 എന്നൊക്കെയുള്ള അകലം വളരെ ചെറുതാണ്. ഏതെങ്കിലും കാരണവശാൽ 1-2 വോട്ടുകൾ വഴിമാറിപ്പോയാൽ അത് വിജയുടെ മന്ത്രിസഭയ്ക്ക് തന്നെ ഭീഷണിയായി മാറുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു MLAക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല, വിശ്വാസ പ്രമേയത്തിനോട് അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന കോടതി ഉത്തരവ് വരുന്നത്. അത് TVKയ്ക്ക് വലിയ തിരിച്ചടിയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 120 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഒരു MLAക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തൽക്കാലം ബാധിക്കുന്നതല്ല. മാത്രമല്ല അവിടെ ADMKയുടെ ഒരു വിഭാഗം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന രാഷ്ട്രീയ സാഹചര്യവുമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ വിജയുടെ ഏതാണ്ട് 30ഓളം MLAമാർ വിജയ്ക്കൊപ്പം വരുമെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ 150 കടക്കും വിജയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ വിജയുടെ മൊത്തം സംഖ്യ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരുപ്പത്തൂർ MLAയുടെ ആബ്സെൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മ ഒരിക്കലും ഈ വിജയുടെ സർക്കാരിന് ഭീഷണിയായി മാറുന്നില്ല. എന്താണ് തിരുപ്പത്തൂരിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, തിരുപ്പത്തൂർ നിയോജക മണ്ഡലം സത്യത്തിൽ 2 തിരുപ്പത്തൂർ എന്ന സ്ഥലങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ തിരുപ്പത്തൂർ, അതായത് 185ാമത് അസംബ്ലി മണ്ഡലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. നമ്മുടെ ശ്രീനിവാസ സേതുപതി എന്ന TVKയുടെ സ്ഥാനാർത്ഥി അവിടെ നിന്നും 1 വോട്ടിന് വിജയിക്കുന്നത്. നിർണായകമായ നാടകീയമായ
രംഗങ്ങൾക്കൊടുവിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അക്ഷമയോടുകൂടി കാത്തുനിന്ന അനുയായികളെയെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു വോട്ടിന് ശ്രീനിവാസ സേതുപതി വിജയിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഹർജിയിൽ കാണിച്ചിരിക്കുന്നത് തപാൽ വോട്ടുകളിൽ കൃത്രിമം നടന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ നടന്നത് തിരുപ്പത്തൂർ എന്ന 2 സ്ഥലനാമം ഉള്ളതുകൊണ്ട് തന്നെ ഈ 185 മണ്ഡലത്തിലേക്ക് വരേണ്ട ഒരു പോസ്റ്റൽ വോട്ട് തെറ്റി മറ്റേ തിരുപ്പത്തൂർ മണ്ഡലത്തിലേക്ക് പോകുന്നു. അവിടെ വോട്ടെണ്ണാൻ എടുക്കുമ്പോൾ ആ പോസ്റ്റൽ ആ പേര് അവിടുത്തെ വോട്ടർ പട്ടികയിലില്ല, അത് ഈ തിരുപ്പത്തൂർ മണ്ഡലത്തിലെയാണ് എന്ന് കണ്ടെത്തുന്നു. പക്ഷേ അത് പിന്നീട് അവിടെ വെച്ച് ആ വോട്ട് അസാധുവാക്കും. അതുകൊണ്ടാണ് ഇവിടെ ആ മണ്ഡലത്തിൽ അസാധുവാകുന്നു. പോസ്റ്റൽ വോട്ട് മേൽവിലാസം തെറ്റി മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുകയും അവിടെ അസാധുവാക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഒരു വോട്ടിന് പരാജയപ്പെടേണ്ടി വന്നത് എന്നാണ് DMKയുടെ സ്ഥാനാർത്ഥി വാദിച്ചത്. എന്തായാലും ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് DMKയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ചില നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഗുരുതരമായ പിഴവുണ്ടായിട്ടുണ്ട്. ഒരു വോട്ടിന് വിജയിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു തപാൽ വോട്ട് വിലാസം മാറി അപ്പുറത്തെ മണ്ഡലത്തിലേക്ക് പോയിരിക്കുന്നു. ഗുരുതരമായ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കോടതി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ള കക്ഷികൾക്കൊക്കെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ തിരുപ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച MLA ആയ ശ്രീനിവാസ സേതുപതിയോട് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നാടകീയ രംഗങ്ങൾ തമിഴ്നാട്ടിൽ വീണ്ടും തുടരുകയാണ്. ഒരു വോട്ടിന് വിജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. കൊടുമ്പിരി കൊണ്ട മത്സരമാണ്. പക്ഷേ അവിടെ ഒരു തപാൽ വോട്ട് അപ്പുറത്തെ മണ്ഡലത്തിലേക്ക് പോകുന്നു. അത് DMK ഇപ്പോൾ ചലഞ്ച് ചെയ്തിരിക്കുന്നു. പക്ഷേ തൽക്കാലം വിജയുടെ മന്ത്രിസഭയ്ക്ക് അതൊരു ഭീഷണിയായി മാറുന്നുമില്ല.